ഞങ്ങളുടെ ഈ ട്രെയിൻ സെമി മാഗ്നറ്റിക് ട്രാക്ക്ലെസ് വീലസ് മെട്രോയാണ്. ഈ ട്രെയിനിന് പാളങ്ങളില്ല. ലോകത്തെവിടെയും പാളങ്ങളില്ലാത്ത ട്രെയിനില്ല. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? കൊച്ചി മെട്രോയെക്കാളും ട്രാക്കിന്റെ കോസ്റ്റ് കുറവായിരിക്കും. കൊച്ചി മെട്രോയുടെ ആകെ കോസ്റ്റ് എന്ന് പറയുന്നത് 8,000 കോടിയായിരിക്കും. എൻ്റെ പേര് അൽവിന ജോമോൻ. എൻ്റെ പേര് ഡെവിന സിബി. ഞങ്ങൾ സെന്റ് തോമസ് എച്ച് മരങ്ങാട്ടുപള്ളി കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഈ ട്രെയിൻ സെമി മാഗ്നറ്റിക് ട്രാക്ക്ലെസ് വീലസ് മെട്രോയാണ്. ഈ ട്രെയിനിന് പാളങ്ങളില്ല. ലോകത്തെവിടെയും പാളങ്ങളില്ലാത്ത ട്രെയിനില്ല. ഇത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഡ്രോണിന്റെ ഫാൻ ഉപയോഗിച്ചാണ് ഇത് മൂവ്മെന്റിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾക്ക് സുഖമായിട്ട് കടന്നു പോകാം, ചെറിയ രീതിക്ക് കൃഷി ചെയ്യാം. അതുപോലെ ഈയിടെ ഏറെ വാർത്തുന്ന സംഭവമായിരുന്നു കർണാടകയിലെ ഷിരൂരിൽ വെച്ചുണ്ടായ മണ്ണിടിച്ചിൽ അപകടം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രഡ്ജറിൻ്റെ പാലത്തിൻ്റെ അടിയിലൂടെ കടന്നു പോകാൻ സാധ്യമല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംവിധാനമായിരുന്നുവെങ്കിൽ ഇതിനടിയിലൂടെ ഈസി ആയിട്ട് ഡ്രഡ്ജറിന് കടന്നു പോകാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളൊരു മെട്രോ ആണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് പോസിറ്റീവ് ടെർമിനലും ഇത് നെഗറ്റീവ് ടെർമിനലുമാണ്. ഇതിൽ നിന്ന് ബാട്ടിൽ നിന്ന് കറണ്ട് വരുമ്പം പുള്ളി വഴി ടച്ച് ചെയ്ത് ട്രെയിനിലുള്ള അലുമിനിയം ചാനലിലേക്ക് ടച്ച് ചെയ്യുന്നു. അങ്ങനെ ഡ്രോണിന്റെ ഫാൻ കറങ്ങുന്നത് മൂലമാണ് ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നത്. ഈ ട്രെയിനിന്റെ വെയിറ്റ്, ഈ മോഡൽ ഈ ട്രെയിനിന്റെ വെയിറ്റ് താങ്ങുന്നത് ഈ മാഗ്നറ്റ് ആണ്. ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഞങ്ങൾ മാഗ്നറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ ഞങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറവാണ്, ഒരുപാട് എനർജി ലോസ് ഇല്ല, നല്ല സ്പീഡിലോടും. കൊച്ചി മെട്രോയെക്കാളും സ്പീഡ് കിട്ടും. 5% മാത്രമേ ഇതിൽ ഫ്രിക്ഷൻ ഉള്ളൂ. 95% ഫ്രിക്ഷൻ കുറവാണ്. അതുകൊണ്ട് ഇത് പ്രാക്ടിക്കൽ ആക്കുമ്പോൾ 400 km/h അല്ലെങ്കിൽ ഇത് സഞ്ചരിക്കാൻ സാധിക്കും. അതേപോലെ കൊച്ചി മെട്രോയെക്കാളും ട്രാക്കിന്റെ കോസ്റ്റ് കുറവായിരിക്കും. കൊച്ചി മെട്രോയുടെ ആകെ കോസ്റ്റ് എന്ന് പറയുന്നത് 8,000 കോടിയായിരിക്കും. അപ്പോൾ ഇതിലും അത് ട്രാക്കിന്റെ കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതിൽ നല്ല ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ഞങ്ങൾ മറ്റേ കോസ്റ്റൽ പ്ലെയിൻസിലോട്ടാണ്. കാരണം ഇതിപ്പോൾ മലകളുള്ളിടത്താണ് നമുക്ക് തുരങ്കങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കുറച്ചുണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.